ഹലോ ഗൈസ്, ജിത്തനാണ് യുവർ സ്പിരിച്വൽ വഴി. കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉപാസന സാധനനെ പറ്റി. അതിൻ്റെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ റീലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പറയുന്ന സാധന ചെയ്യണം എന്നാഗ്രഹമുണ്ട്, ഗുരുസ്ഥാനീയനായിട്ട് നിന്നിട്ട് എനിക്ക് പറയുന്ന കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ആക്ച്വലി ഈ വീഡിയോ. നിങ്ങൾ എൻ്റെ മുഴുവൻ വീഡിയോ കാണാത്തതിൻ്റെ പ്രശ്നമാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, നിങ്ങൾ എൻ്റെ മുഴുവൻ വീഡിയോസ്, യൂട്യൂബിലുള്ള മുഴുവൻ വീഡിയോസ് നിങ്ങൾ കാണും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കം തുടങ്ങി ഞാൻ പറയുന്നുണ്ട്, ഞാനൊരു ഗുരു ആവില്ല ഒരാൾക്ക്. കാരണം ഞാൻ ആ ഒരു തലത്തിലോട്ട് എത്തിയിട്ടില്ല, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഗുരു ആവാൻ താല്പര്യവുമില്ല ആരുടെയും. കാരണം ഞാനൊരു ഗൃഹസ്ഥനാണ്. ഓക്കെ, ഗുരു എന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യബോധത്തിൽ നിന്നും മാറിപ്പോവും ഈ ഗുരു എന്ന് പറയുന്ന പൊസിഷനിലോട്ടൊക്കെ പോകാൻ. പിന്നെ ഞാനതായിട്ടുമില്ല. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ആവുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലചക്രം തിരിച്ച് എപ്പോഴെങ്കിലും ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഞാനായിട്ട് പോവില്ല, ഇൻറ്റൻഷൻ എങ്ങോട്ടായി പോവില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ പ്രായം ഞാൻ ചോദിച്ചു. 18, 20, 22, 23, മാക്സിമം പോയാൽ 24 വയസ്സ്, ഇത്രയേ ഉള്ളൂ. ഞാൻ അവർക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കാനും നല്ലൊരു നിങ്ങളുടെ ഫാമിലിനെ നോക്കേണ്ട ഒരു പ്രായമാണ്, നോക്കി തുടങ്ങേണ്ട ഒരു പ്രായമാണ്, ഇനീഷ്യൽ സ്റ്റേജാണ്. നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം ആ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ഗൃഹസ്ഥരായിട്ട് നിൽക്കുന്നവർക്ക് പറ്റുന്നൊരു കാര്യം ഉപാസനയാണ്. ഉപാസന എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. അന്നേരം ഒന്നുകൂടി പറയാം. ഉപാസന എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഇഷ്ടദേവനോ അല്ലെങ്കിൽ ഒരു ഇഷ്ടദേവിയോ ഉണ്ടാവും. അവരുടെ നാമങ്ങൾ ഈ പറയുന്ന ഒരു വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപാസന ചെയ്യാം. ആ അമ്പലത്തിൽ, നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഉപാസന തന്നെ. ഇതാവുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. സാധന എന്ന് പറയുന്നത് കുറച്ചും കൂടി നിഷ്ഠയും ഒക്കെ ഉള്ള കാര്യമാണ്. കാരണം ഒരു ഗുരു വരണം. ഓക്കെ, ഈ പറയുന്ന ഗുരു നമ്മുടെ ചെവിട്ടിൽ ഒരു മന്ത്രോപദേശം തരും. ഈ മന്ത്രോപദേശം നമ്മുടെ അടുത്ത് മന്ത്രസിദ്ധി ഉണ്ടാക്കണം. എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന്, ഒരു ആസനത്തിലിരുന്ന് ഈ പറയുന്ന മന്ത്രം, മൂലമന്ത്രം നമ്മൾ ഇത്രയും വർഷം ചൊല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്രസിദ്ധി കിട്ടും. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്മൾ ആരെയാണോ ഉപാസന ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഭജിച്ചുകൊണ്ടിരുന്നത്, അവർ നമ്മുടെ അടുത്തോട്ട് വരും. ആ സ്പെസിഫിക് ടൈം ആകുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരും. ഇതാണ് സാധന. ഈ പറയുന്ന നല്ലൊരു ഗുരു നിങ്ങളുടെ ബോഡിയൊക്കെ നോക്കി, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വിൽ പവറൊക്കെ നോക്കിയിട്ട് ഒരു മന്ത്രം തരും. പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുക അങ്ങനെയുള്ളൊരു ഭയങ്കര കുറവാണ്. ആണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഗുരുക്കന്മാരെ തേടി പോകരുത്. നിങ്ങൾ ഉപാസന സ്റ്റാർട്ട് ചെയ്യും. ഉപാസനയുടെ മൂർത്തിനത്തിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ പറയുന്ന യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപാസനാമൂർത്തി നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുപോയി തരും. അവർ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരും ആ സമയമാകുമ്പോൾ. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ തേടി പിടിച്ച് പോകരുത് ഒരാളെ. കാരണം കാണുന്നതെല്ലാം മായയിരിക്കുള്ളൂ, അതല്ല റിയാലിറ്റി. നിങ്ങളെ തേടി അവർ വരും. അത്രയും നാൾ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും പ്രശ്നങ്ങളുണ്ട്. ചിലവർ ചോദിക്കുന്നുണ്ട്, അതായത് ഈ പറയുന്ന സാധന ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ഭൈരവനെ പൂജിച്ചിരുന്നു, കാലഭൈരവനെ പൂജിക്കുന്നുണ്ടായിരുന്നു, ഹനുമാനെ പൂജിച്ചിരുന്നു. അതിനിടയിൽ കൺസിസ്റ്റൻസി വിട്ടുപോയി, അപ്പം എനിക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഞാൻ പറയുന്നുണ്ട്, ഉപാസന സാധനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൂർത്തികൾ നമ്മളെ നല്ല രീതിയിൽ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളൊക്കെ കടന്ന് നമ്മുടെ ബോഡി സജ്ജമായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മളോട്ട് വരാൻ പറ്റുള്ളൂ. ഇതിന് സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം. നിങ്ങൾക്ക് ഈ പറയുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തുള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക. പ്രാർത്ഥിക്കൂ. നിങ്ങൾ നോർമലി പ്രാർത്ഥിച്ചാലും മതി, വന്നോളും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വന്നോളും. പിന്നെ കർമാസം ഉണ്ടാക്കാണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കർത്തവ്യം നിങ്ങളിത് നിറവേറ്റുക. നിങ്ങളുടെ ഫാമിലി നിങ്ങൾ നോക്കുക. ഒരാൾക്കും നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായി. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ കുറച്ച് കുറച്ച് പ്രാർത്ഥനയും ഇതും കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിക്കോളും. അല്ലാണ്ട് നിങ്ങൾ
ഈ പഠിക്കേണ്ട പ്രായത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കർത്തവ്യം ചെയ്യേണ്ട പ്രായത്തിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടരുത്. സമയമായിട്ടില്ല, സമയമാകുമ്പോൾ നിങ്ങൾ തേടി വരും. ഓക്കെ, അപ്പോൾ എന്നെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് പറയുന്ന കുറച്ച് സംശയങ്ങൾ, എനിക്കറിയാവുന്ന സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ചുവട്ടിൽ വന്ന് എനിക്ക് മന്ത്രദീക്ഷ തരാനുള്ള പവറൊന്നും എനിക്കായിട്ടില്ല. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.